നമസ്കാരം. ജിയോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജിസ. ഞാൻ മറിയം. പ്രധാന വാർത്തകൾ. ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ച് സെന്റ് ജോർജ് UPS. സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ച് സെന്റ് ജോർജ് UPS തോട്ടയ്ക്കാട്. മണ്ണിനെ അറിഞ്ഞു കുട്ടി കർഷകർ. പ്രാദേശിക കർഷകനുമായി കുട്ടികളുടെ നേതൃത്വത്തിൽ അഭിമുഖം. വായനയുടെ ലോകത്തിലേക്ക് കൈപിടിച്ച ദീപിക. ഭക്തിയുടെ നിറവിൽ അൽഫോൻസ തീർത്ഥാടനം. വാർത്തകൾ വിശദമായി. ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ച് സെന്റ് ജോർജ് UPS. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച് അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചതിന്റെ അനുസ്മരണം സെന്റ് ജോർജ് UPSൽ നടന്നു. ഹിരോഷിമ ദിനത്തിന്റെ പ്രാധാന്യം സിസ്റ്റർ ടെൻസി FCC കുട്ടികൾക്ക് വിവരിച്ചു കൊടുത്തു. ഇതേ തുടർന്ന് കുട്ടികളും അധ്യാപകരും തയ്യാറാക്കിയ സഡാക്കോ കൊക്കുകളെ കൊണ്ട് സ്കൂൾ അലങ്കരിച്ചു. സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ച് സെന്റ് ജോർജ് UPS തോട്ടയ്ക്കാട്. ഭാരതത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനം സെന്റ് ജോർജ് UPSൽ വിപുലമായി ആഘോഷിച്ചു. അന്നേ ദിവസം നടന്ന പ്രത്യേക അസംബ്ലിയിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ കരുണ FCC സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് നടന്ന വർണ്ണാഭമായ റാലി PTA പ്രസിഡന്റ് ശ്രീ സന്ദീപ് കുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. ദേശാഭിമാനികളുടെ വേഷം ധരിച്ച കുട്ടികൾ പരിപാടിക്ക് മാറ്റുകൂട്ടി. റാലിക്ക് ശേഷം കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മണ്ണിനെ അറിഞ്ഞ് കുട്ടി കർഷകർ. കർഷകരെ ആദരിക്കാനും കൃഷിയുടെ പ്രാധാന്യം പുതുതലമുറയ്ക്ക് പകർന്നു നൽകാനുമായി സെന്റ് ജോർജ് UPSൽ ബഡ്ഡിംഗ് ഫാമേഴ്സ് എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. നിരവധി കുട്ടികൾ കർഷക വേഷം ധരിച്ചു തങ്ങൾ നട്ടുവളർത്തിയ വിളകളോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചു. ഇത് കുട്ടികൾക്ക് നവ്യാനുഭവമായി. ആ ചിത്രങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ? ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ. ഒത്തിരി മോഹം എന്നും മുത്തശ്ശി കഥ കേട്ടുറങ്ങ. ഒത്തിരി മോഹം മുത്തശ്ശി കഥ കേട്ടുറങ്ങ. എനിക്ക് വീടുമതി, നാടിൻ നന്മ മതി, പഴമയ്ക്ക് കൂട്ടായി ഞാൻ. പ്രാദേശിക കർഷകനുമായി കുട്ടികളുടെ നേതൃത്വത്തിൽ അഭിമുഖം. 7ാം ക്ലാസ്സിലെ പാഠപ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രാദേശിക കർഷകനായ വാസു ചേട്ടനുമായി സെന്റ് ജോർജ് UPS സ്കൂളിലെ കുട്ടികൾ അഭിമുഖം നടത്തി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ കരുണ FCC അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഈ കാലഘട്ടത്തിൽ കൃഷിയിൽ നിന്നുള്ള വരുമാനം, ജൈവ കൃഷി രീതി, രാസവളങ്ങളുടെ അമിത ഉപയോഗം എന്നിവയെ മുൻനിർത്തിയുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം തന്റെ അനുഭവ സമ്പത്തിൽ നിന്നും ഉത്തരങ്ങൾ നൽകി.
ഈ പ്രവർത്തനത്തിന് സീനിയർ അധ്യാപിക പ്രീജാമോൾ MP നേതൃത്വം നൽകി. വായനയുടെ ലോകത്തിലേക്ക് കൈപിടിച്ചു ദീപിക. കുട്ടികളിൽ വായനാശീലം വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടെ ദീപിക നമ്മുടെ ഭാഷാ പദ്ധതിയുടെ ഉദ്ഘാടനം ജൂലൈ മാസത്തിൽ സ്കൂളിൽ നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം ഫാദർ ജെയിംസ് അത്തിക്കളം നിർവഹിച്ചു. ദീപിക കോട്ടയം ജില്ലാ പ്രതിനിധി ശ്രീ ബിനിൽ സന്നിഹിതനായിരുന്നു. ഭക്തിയുടെ നിറവിൽ അൽഫോൻസ തീർത്ഥാടനം. സിസ്റ്റർ ഷാരോൺ FCCയുടെ നേതൃത്വത്തിൽ സെന്റ് ജോർജ് UP സ്കൂളിലെ അധ്യാപകരും കുട്ടികളും അൽഫോൻസ തീർത്ഥാടനം നടത്തി. അന്നേ ദിവസം തന്നെ അൽഫോൻസ മ്യൂസിയവും ജന്മഗൃഹവും സന്ദർശിച്ചു. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.